നമസ്കാരം. ശ്രദ്ധിക്കൂ. ഇതിൽ പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചിട്ടാണ്. മനുഷ്യൻ്റെ ജീവിത രീതി അനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതകാലത്തെ 4 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ആചരിക്കേണ്ടതായ ജീവിതക്രമങ്ങളാണ് ചതുരാശ്രമങ്ങൾ. വിദ്യാഭ്യാസ കാലഘട്ടം ബ്രഹ്മചര്യം, അടുത്തത് ഗൃഹസ്ഥാശ്രമം. മറ്റ് ആശ്രമങ്ങളിൽ വെച്ച് ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണ്. മറ്റ് 3 ആശ്രമവാസികൾക്കും അടിസ്ഥാനമായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണത്രേ. അപ്പോൾ ഗൃഹസ്ഥാശ്രമി നിത്യവും ആചരിക്കേണ്ടതായ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്ന് വിവരിക്കാം. 1 ബ്രഹ്മയജ്ഞം, 2 വേദയജ്ഞം, 3 പിതൃയജ്ഞം, 4 നൃയജ്ഞം, 5 ഭൂതയജ്ഞം. ഒന്ന് വിവരിക്കാം. 1 ബ്രഹ്മയജ്ഞം. അതിരാവിലെ ഉണരുക, ഈശ്വരസ്മരണ നടത്തുക, ശരീരശുദ്ധി ചെയ്യുക, സദ്ഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കുക, പഠിക്കുകയും ചെയ്യുക. ഇത് ചെയ്യുന്നതിനോടൊപ്പം പഠിച്ചതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. 2 വേദയജ്ഞം. അതിരാവിലെയും സായം സന്ധ്യയിലൊക്കെ ഈശ്വരസ്മരണയും ജപം, ധ്യാനം, ദീപം, ധൂപം, പുഷ്പചന്ദനാദികൾ ഇതൊക്കെ കൊണ്ടുള്ള ആരാധന. 3 പിതൃയജ്ഞം. നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ തന്നിട്ടുണ്ട്. ആര്? നമ്മുടെ മാതാപിതാക്കൾ. അപ്പം നമുക്ക് അവരോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടും അവരുടെ മാതാപിതാക്കളോടും മുത്തശ്ശൻ മുത്തശ്ശി പിൻതലമുറക്കാരോടൊക്കെ നമുക്ക് കടപ്പാടുണ്ട്. മൺമറഞ്ഞുപോയ പിതൃക്കളെ നിത്യവും സ്മരിക്കുക. 4 നൃയജ്ഞം. നരനെ നാരായണനായി കണ്ട് ഭഗവാനായി കണ്ട് സേവിക്കുക, സഹായങ്ങൾ ചെയ്യുക. ഈ രോഗികൾക്ക്, വൃദ്ധർക്ക്, അവശർക്ക്, അശരണർക്ക് ഇവരെയൊക്കെ പരിപാലിക്കുക. അതിഥി ദേവോ ഭവ എന്ന സങ്കല്പത്തിൽ സൽക്കരിക്കുക. 5 ഭൂതയജ്ഞം. മനുഷ്യരെ മാത്രമല്ല, ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കണം, സംരക്ഷിക്കണം, വിശക്കുന്നവന് ഭക്ഷണം നൽകണം. ഇതൊക്കെയാണ് പഞ്ചയജ്ഞത്തിൽ പെട്ടുള്ളത്. ഇത്രയും നേരം കേട്ടതിന് നന്ദി.